കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. ഒയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളെ കൊണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടി യോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണ് ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. പക്ഷെ വിക്കാടു, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും. അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷണർ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമം നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച? മോളെ നാരങ്ങാനീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. നിക്കടവിടെ. തന്നോടാ പറഞ്ഞ നിക്കാൻ. മാഡം എന്നെ വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യക്ക് താൻ എന്ത് മരുന്നാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്. അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറക്കി കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. സാർ, 2 ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുകൊണ്ടാണ് നാട്ടുകാരനെ സൽപ്പേര് സദാനന്ദനെ വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി, ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻപെട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട് മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഖ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ചുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നതല്ലേ. നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്. നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തര അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ.
കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും.